തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്മന സ്വദേശി മരിച്ച സംഭവം ഈ മാസം 20-ന് ഹിയറിംഗ് നടത്തുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം. നേരത്തെ 18-ന് ഹിയറിംഗ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സന്ദേശം ലഭിച്ചത് 18-ന് ഉച്ചയ്ക്ക് ശേഷമാണ്. മരിച്ച വേണുവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമേ ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. മാം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കൊരു ആചാരമില്ലേ, 16 കഴിയാൻ ഞാൻ എങ്ങനെ ഇറങ്ങും? വെള്ളിയാഴ്ചയാണ് 16. അത് മാത്രമല്ല, ഈ ഒരു ഡേ അല്ല, വെള്ളിയാഴ്ചയാണ് 16. ആ, സാറിനോട് പറയണം. അത് മാത്രമല്ല, ഇപ്പം ഈ അയച്ച കത്ത് പോലും ഞാൻ ഇപ്പോഴാണ് സൈൻ ചെയ്ത് വാങ്ങിച്ചത്. എനിക്ക് ഇപ്പോഴാണ് അത് കിട്ടിയത്. ഞാൻ നവംബർ 5-നാണ് പന്മന സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് വേണു മരിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ഒടുവിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചത്. ഹിയറിംഗ് നടത്താൻ നേരത്തെ തീയതി അറിയിച്ചിരുന്നെങ്കിലും സഞ്ചയന ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ എന്ന് വേണുവിൻ്റെ ഭാര്യ സിന്ധു അറിയിച്ചിരുന്നു. പിന്നീട് 18-ാം തീയതി ഹിയറിംഗ് നടത്താൻ ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ ഈ അറിയിപ്പ് 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് സിന്ധുവിന് ലഭിച്ചത്. ഇമെയിലായി സന്ദേശം അയച്ചു എന്ന് ഇവർ പറഞ്ഞെങ്കിലും ഇത് വിളിച്ചു പറയുവാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ല എന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി. 18-ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഹിയറിംഗ് മാറ്റിവെച്ചതായുള്ള സന്ദേശം ഇവർക്ക് പോസ്റ്റിൽ ലഭിക്കുന്നത്. 20-ാം തീയതിയിലേക്കാണ് ഹിയറിംഗ് മാറ്റിവെച്ചിട്ടുള്ളത്. ഹിയറിംഗിനായി എത്തിച്ചേരേണ്ട സ്ഥലം 20-ന് മുമ്പ് ഫോൺ മുഖാന്തരം അറിയിക്കുമെന്ന് പുതിയ അറിയിപ്പിൽ പറയുന്നു. എൻ്റെ അടുത്ത് എനിക്ക് സ്പീഡ് പോസ്റ്റ് വന്ന ഡേറ്റ് എന്നാൽ 18-ാം തീയതി 12 മണിക്ക് വരുമെന്നാണ് എനിക്ക് കത്ത് കിട്ടിയിട്ടുള്ളത്. ഇന്ന് 12:45 അവരെ കാണാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ അവരാരും ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ 1:05-നാണ് ഇവിടുന്ന് സ്പീഡ് പോസ്റ്റിൽ പോസ്റ്റ് വുമൺ ഇവിടെ കൊണ്ടുവന്ന് കത്ത് തരുന്നത് ഞാൻ കൈപ്പറ്റുന്നതും. പിന്നീട് അവിടുത്തെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമെയിലിൽ ലെറ്റർ അയക്കാനും എൻ്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിട്ട് എന്നെ ഇതുവരെ ആരും കോൺടാക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർക്ക് എന്തോ ഒരു മരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാമെന്ന് എന്നാണ് റീസൺ പറഞ്ഞത്. ഇനി എന്താണെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ഞാൻ ചോദിച്ചു എൻ്റെ വസതിയിലാണോ വരുന്നത് ചോദിച്ചപ്പോൾ അതല്ല, ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലായിരിക്കും വരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ഒരു മരണം സംഭവിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണം ഉണ്ടായിട്ടുമില്ല. പിന്നെ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഡേറ്റ് മാറ്റിയിട്ട് അത് നേരത്തെ അറിയിച്ചിട്ടുമില്ല. അതുപോലെ അവിടുന്ന് ഓഫീസിൽ നിന്ന് 15/11/2025 ഈ കത്ത് അവർ ചെയ്തിരിക്കുക. എന്നിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ എത്തിയിരിക്കുന്നത് 17/11/2025 18-ാം തീയതി അവർ ഹിയറിങ്ങിന് വരാം എന്ന് പറഞ്ഞ് 12 മണിക്ക് ഹിയറിങ്ങിന് വരാം എന്ന് പറഞ്ഞിട്ട് 1:05-നാണ് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഇവിടെ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ 1:05-നാണ് ഞാൻ സൈൻ ചെയ്ത് വാങ്ങിച്ചത് ഈ ലെറ്റർ. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ഫോണിൽ നേരിട്ട് ഇക്കാര്യം സിന്ധു വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരും വിളിച്ചു? ഇതുവരെ വിളിച്ചില്ലല്ലോ സാറേ. ഇല്ല ഇല്ല. ഇതുവരെ എന്നെ വിളിച്ചില്ല. സാറാണ് ഇപ്പൊ എന്നെ വിളിക്കുന്നത്. ഇല്ല. അപ്പോൾ അത് അപ്പം തന്നെ അവർ മാറ്റി 20-ാം തീയതി അറിയിച്ചിട്ടുണ്ട്, ഫോണിൽ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രേഖാമൂലം അയച്ചത് ഇപ്പോഴാണ് ഞാൻ കൈപ്പറ്റിയത്. ഒപ്പിട്ട് ഞാൻ വാങ്ങിച്ചത് ഇപ്പോഴാണ്. ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് അവർ അറിയിച്ചിട്ടുണ്ട്. സാറേ, അല്ല, എന്റെ ഫോൺ എനിക്കറിയില്ല, വേറെ നമ്പർ നിങ്ങളെ കൊടുത്തതാണ്. ആ നമ്പറിലാണ് അവർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ അവരത് വ്യക്തമായിട്ട് അവർ വിളിച്ച് പറഞ്ഞതും എല്ലാം അവരുടെ കയ്യിലുണ്ട്. മരണാനന്തര ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ തനിക്ക് എത്താൻ കഴിയൂ എന്ന് മെഡിക്കൽ ഓഫീസറോടും സിന്ധു വ്യക്തമാക്കി. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനാൽ അവിടെയും പോകേണ്ടതുണ്ട്. ഇതെല്ലാം ക്രമപ്പെടുത്തി മാത്രമാണ് ഹിയറിംഗിൽ പങ്കെടുക്കാൻ കഴിയുക. ചെറിയ ജോലി മാത്രമുള്ള തനിക്ക് മക്കളുടെ സുരക്ഷ പ്രധാനപ്പെട്ട കാര്യമാണെന്നും സിന്ധു പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും നേരെ 100% ഉറപ്പുള്ള ഒരു റീസൺ എനിക്ക് കിട്ടിയിരിക്കണം. എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ. ഇത് ഇങ്ങനെ അട്ടിമറിക്കാൻ പറ്റത്തില്ല, സമയം കളയാനുമില്ല. കാരണം ഞാനൊരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് എൻ്റെ മക്കളെ വളർത്തിയേ പറ്റൂ. ഇതിന് വേണ്ടി ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20-ാം തീയതിയാണ് പറഞ്ഞത്. ഇനി വീണ്ടും 2 ദിവസം മാറി വീണ്ടും. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന്
16 കഴിയാതെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ ജോയിൻ ചെയ്തേ പറ്റൂ. ഞാനൊരു പ്രൈവറ്റ് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് പോർഷൻസ് ഒക്കെ തീർക്കാനുണ്ട്. എനിക്ക് 16 കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ പോവുകയും വേണം. വീണ്ടും ഈ ഒരു ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇത് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്ന് അന്വേഷിച്ച് അതിൻ്റെ റീസൺ കണ്ടെത്തിയേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, ചവറ.